ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആൻ എക്സ്പ്ലെയിനർ. അപ്പോൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വിൻ ബ്രേക്കാണ്. സീസൺ 2 എപ്പിസോഡ് 2 ആണ്. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടാണ് കാണുന്നതെങ്കിൽ അടുത്ത വീഡിയോ ഇടാൻ വേണ്ടി എനിക്ക് ചെറിയ മോട്ടീവ് ആയിരിക്കും. പിന്നെ കുറേ പേർക്ക് ഈ വീഡിയോ റെക്കമെൻഡും ചെയ്യും. സോ കഴിഞ്ഞ എപ്പിസോഡ് പോലെ തന്നെ ഈ ഒരു എപ്പിസോഡും വേറെ ലെവൽ എപ്പിസോഡാണ്. അപ്പോൾ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. സോ ലെറ്റ്സ് സ്ട്രൈക്ക് ആൻഡ് ത്രോ ഇറ്റ്. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കീഴിലത്തെ ലീഡറിനെ അടിക്കാൻ വേണ്ടി പോകുന്ന കാൻജിനെ കാണിക്കുകയാണ്. ഇപ്പോൾ കാൻജി മോളിൽ പോകുമ്പോൾ ആ ലീഡർ അവൻ്റെ അടുത്ത് പറയാണ്, താഴെ നിന്നിട്ട് ജൂനിയറിനെ അടിച്ച് വിരട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ തന്നെ നന്നായി. പക്ഷേ അതുപോലെയല്ല ഞാൻ, അതുപോലെ തന്നെ നിനക്കൊരു അറ്റാക്ക് തരണം എന്ന് പറഞ്ഞ് ആ ഒരു ബാറ്റ് എടുക്കുകയാണ് അവൻ. ആരും എൻ്റെ അടുത്ത് ചുമ്മാ ചൊറിയാൻ വരില്ല. അതെന്താണെന്നറിയാവോ? അതിന്റെ പേരാണ് ഭയം. ആ ഭയം ഉണ്ടെങ്കിൽ ആരും വരയില്ല, നമുക്ക് കിട്ടുന്ന സാധനം കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഭയത്തിന്റെ പവർ എന്ന് കീഴിലത്തെ ലീഡർ കാഞ്ചിയുടെ അടുത്ത് പറയാണ്. ഞാൻ പറയുന്ന കാര്യം ആർക്ക് മനസ്സിലായില്ലെങ്കിലും നിനക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നിങ്ങളെ പേര് ബോഫറിൻ, എന്താണ് അങ്ങനത്തെ പേര്? നിങ്ങളെ ടീം ഫൈറ്റിങ്ങിനുള്ള ടീമാണ്. നിങ്ങൾ എന്തിനാ മറ്റേ നാട് സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്നത്? നിങ്ങളെ ഓറെ സംരക്ഷിക്കുന്നത്? നിങ്ങൾ മറ്റേ ഫൈറ്റ് ചെയ്യുന്നവരല്ലേ? നിങ്ങൾ എന്താ നാടകം സംരക്ഷിക്കുന്നത്? എന്തോ ആയി പൊക്കോട്ടെ, നമുക്ക് ഫൈറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ജയിക്കുകയാണെങ്കിൽ നീ എന്റെ ടീമിൽ വരണം. ഇവന്റെ പേര്, ഈ ലീഡറിന്റെ പേര് നട്ടോരി എന്നാണ്. അപ്പൊ ക്യാൻജി പറയാണ്, എടാ മതി, കുറച്ചെന്നെ മിണ്ടായിരുന്നു, തലയിൽ കയറി നിരങ്ങിയാണല്ലോടാ നീ. എന്നെ പേടിപ്പിക്കാനേ നോക്കിയത്, പക്ഷെ ഒന്നും നടക്കില്ല മോനെ. അവിടുന്ന് കട്ട് ചെയ്ത് സാക്കുറിനെ കാണിക്കുകയാണ്. ഇപ്പൊ സാക്കുറിനോട് ഫൈറ്റ് നിൽക്കുന്നത് അവനാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിലത്തെ ആ പവറൊന്നും ഇല്ലാതെ ഇപ്പൊ ആകെ പേടിച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ സാക്കുറി ആണെങ്കിൽ ഫുൾ പൊട്ടൻഷ്യൽ, ഫുൾ പവറാണ് ഫൈറ്റ് ചെയ്യുന്നത്. അവിടുന്ന് കട്ട് ചെയ്ത് ഓറഞ്ച് ഹെഡിനെ കാണിക്കുകയാണ്. ഇപ്പൊ ആണെങ്കിൽ കുറെ ഇടി വാങ്ങിച്ച് കൂട്ടുകയാണ്. അപ്പോഴാണെങ്കിൽ അവന്റെ ഒപ്പം ചോദിക്കുന്നുണ്ട്, എടാ ഒരിടിയും തിരിച്ച് ഇടിയടാ. അപ്പോഴാണെങ്കിൽ ഓറഞ്ച് ഹെഡ് അവൻ്റെ അടുത്ത് റിപ്ലൈ കൊടുക്കുകയാണ്, ഞാൻ കുറെ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രായശുദ്ധമായിട്ട് ഈടിയൊക്കെ കൊള്ളണം. കാര്യം എന്താ വെച്ചാൽ ഞാൻ ചെയ്തിട്ടുള്ള തെറ്റിനൊക്കെ മറുപടി ആവണ്ടേ. ഞാൻ നമ്മളെ പിള്ളേരെ രക്ഷിക്കാൻ വന്നേക്കുന്നത്, പക്ഷേ ഇപ്പൊ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ സീനിയേഴ്സിനോട് വന്നേക്കുകയാണ്. അവിടുന്ന് കട്ടിയത് സുഖിഷ്ടനെ കാണിക്കുന്നത്. സുഖിഷ്ടാണെങ്കിൽ കുറെ അടി അവന് വാങ്ങിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ മറ്റേ ചെറിയ അവൻ പറയാണ്, എടാ നിന്റെ അടുത്ത് ഫൈറ്റ് ഞാൻ മടുത്തടാ, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ നിന്റെ കയ്യിൽ? അപ്പൊ സുഖിഷ്ടാണെങ്കിൽ ഒന്ന് റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ വീണ്ടും അവൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. പൊക്കം കുറഞ്ഞ അവൻ ഇപ്രാവശ്യം സുഖിഷ്ടാണെങ്കിൽ അവന്റെ ആ ഒരു അറ്റാക്കെല്ലാം മിസ് ചെയ്ത് മാറുന്നുണ്ട്. പക്ഷെ സുഖിഷ്ടനെ അവൻ കിക്ക് ചെയ്യുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് ടൈഗനെ കാണിക്കുകയാണ്. ടൈഗനെ പഞ്ച് കൊണ്ട് അവനെ കൈ ടൈഗ പിടിക്കുകയാണ്. ഇപ്പൊ ടൈഗാണെങ്കിൽ ഒരു പഞ്ച് ഒരു ഫേസ് കൊടുക്കുകയാണ്. അവന്റെ കമ്പർ ഒടിഞ്ഞു പോവുകയാണ് ആ ഒരു പഞ്ചിൽ. സുഖിഷ്ടാണെങ്കിൽ അവന്റെ കാല് പിടിച്ച് താഴെ അടിക്കുകയാണ്. അപ്പൊ അവന് കാലിൽ ആംഗിൾ ഒടിയാണ്. ഇപ്പൊ ടൈഗർ താഴെ കിടക്കുമ്പോൾ അവന്റെ ഒപ്പം അവൻ അറ്റാക്ക് ചെയ്യണം. അപ്പൊ ടൈഗർ മനസ്സിലാക്കുകയാണ് ഇതോടെ ഇവിടെ നടത്താം എന്നും പറഞ്ഞ ഒരു അറ്റാക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ നോക്കൗട്ടായി വീഴുകയാണ്. സുഖിഷ്ട ആ പൊക്കം പറഞ്ഞ സിമ്പിൾ ആയി അടിച്ച് ഡിഫീറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ അവന്റെ ബോധം പോയിരിക്കുകയാണ്. അവിടെ നിന്ന് കട്ടിയത് മിറ്റ്സുകയായിട്ടുള്ള ഫൈറ്റ് ചെയ്യുന്ന ഒപ്പോണന്റ് കാണിക്കുന്നത്. അപ്പൊ മിറ്റ്സുക്കിന്റെ ഒപ്പോണന്റ് അവന്റെ അടുത്ത് പറയണം, എടാ പെൺകുട്ടി അവരുടെ അടുത്ത് നിന്ന് ഫൈറ്റ് ചെയ്യടാ. അപ്പോഴാണെങ്കിൽ മിറ്റ്സുക്കി പറയാണ് എന്ന് പറഞ്ഞ് മിറ്റ്സുക്കിനെ അവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ മിറ്റ്സുക്കി അതൊക്കെ ഡോജ് മാറുകയാണ്. അപ്പൊ മിറ്റ്സുക്കിന്റെ അടുത്ത് അവൻ പറയാണ്, നിന്നെ പോലെ വീക്കായിട്ടാണ് ഞാൻ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ എന്നെ സ്വയം മരിച്ചേനെ എന്ന് വെച്ചാൽ എപ്പോഴും വീക്കായിട്ടുള്ള സ്ട്രോങ്നെസ്സിന് താഴെ നിൽക്കണം എന്നും പറഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്യണം. അപ്പോഴെങ്കിൽ മീറ്റ്സുക്കി അത് ഡോജർ മാറിന് ശേഷം എന്താണ് നിർത്താൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരുമാതിരി നിർത്താതെ കൊണ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി നിന്റെ അടുത്ത് മിണ്ടോടാ, എന്തിന്? ഞാൻ ഒരു പെൺകുട്ടിയായിരുന്നു, നിന്റെ അടുത്ത് മിണ്ട പോലും ഇല്ലായിരുന്നു. ഇതുകൊണ്ട് കേട്ടപ്പോൾ ദേശത്തോടെ മീറ്റ്സുക്കിന് നേരെ അവൻ അറ്റാക്ക് ചെയ്യണം. മീറ്റ്സുക്കി അതൊക്കെ മിസ് ചെയ്ത് മാറിന് ശേഷം പറയാണ്, എടാ നീ പറഞ്ഞില്ലേ കുറച്ച് നേരത്തെ വീക്കേഴ്സ് സ്ട്രോങ്ങസിന്റെ വാക്ക് കേൾക്കണമെന്ന്. എന്നറിയുമ്പോൾ നിന്റെ ലീഡർ മോളിൽ നിന്ന് ആജ്ഞാന്നുകൊണ്ടല്ലേ നീ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ നീ ഒരു വീക്കർ അല്ലേ എടാ, കാര്യം നിന്റെ ലീഡർ സ്ട്രോങ്ങർ ആയിരിക്കുമല്ലോ. അപ്പോഴെങ്കിലും അവൻ ദേഷ്യം വന്നതിന് ശേഷം മീറ്റ്സുക്കി നേരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് പറയാണ്, ഇല്ല ഞാനും എൻ്റെ ലീഡറൊക്കെ ഒരേ പവറാണെന്ന് പറയാണ്. എടാ എനിക്ക് തോന്നുന്നു നീ കിണറ്റിലെ തവളയാണെന്ന് തോന്നുന്നു. കാര്യം എന്താ വെച്ചാൽ തവളയാണെങ്കിൽ കിണറ്റിൽ കിടന്നൊന്ന് ആലോചിക്കും, ഇതാണ് ലോകം. കാര്യം അവന് വെളി നടക്കുന്നൊന്നും അറിഞ്ഞൂടല്ലോ. എന്തിന് തവളയായിട്ട് പോലും നിന്നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാര്യം തവളയ്ക്ക് വരെ നീ കാരണം ചീത്ത പേരാവും എന്ന് പറയുമ്പോൾ തന്നെ അവന് കുറച്ചുകൂടെ ചൊറിഞ്ഞ് കയറണം. ഇപ്പൊ മീറ്റ്സൊക്കെ അവനെ പറഞ്ഞ് ചൊറിഞ്ഞ് കൂട്ടുകയാണ്. എന്നും പറഞ്ഞ് മീറ്റ്സൊക്കെ ഒപ്പോണന്റ് അവൻ്റെ ദേഷ്യത്തോടെ അറ്റാക്ക് ചെയ്യണോ. മീറ്റ്സൊക്കെ അവന്റെ പ്രഷർ പോയിന്റ് ഒക്കെ ഒരു പഞ്ച് കൊടുക്കുമ്പോൾ തന്നെ എന്തോ പോലെ അവൻ തലറങ്ങി വീഴുകയാണ്. അപ്പൊ മീറ്റ്സൊക്കെ താഴെ നീ നടക്കുന്ന അവൻ്റെ അടുത്ത് പറയാണ്, ഞാൻ പഠിച്ചിട്ടുള്ള കാര്യമാണ് താഴെ കിടക്കുന്ന ഒപ്പോണനെ തൊടാൻ പാടുന്നത്, പക്ഷെ നിന്നെ തൊട്ട് കളയും എന്നും പറഞ്ഞ് അവൻ ഇടിക്കാൻ മുതൽ കാണിച്ചിട്ട് ആ സീൻ അവിടെ നിന്ന് കട്ട് ചെയ്യുകയാണ്. ഇപ്പൊ സീനിയേഴ്സ് കീഴിലത്തെ മിക്ക മെമ്പേഴ്സിനെ ഡിഫീറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ സാക്കുറയും ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു, സുഖിഷ്ടയും മിക്ക ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പൊ സാക്കുറ പറയുന്നുണ്ട്, ഇല്ല ഒന്നും കഴിഞ്ഞിട്ടില്ല, അവർ വന്നുകൊണ്ടിരിക്കും, വീണ്ടും ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അവർ ഫൈറ്റ് വേണ്ടി പൊക്കോണ്ടിരിക്കുമ്പോൾ സാക്കുറ ഒരു കാര്യം കാണുകയാണ്. ഒരു കീഴിലത്തെ മെമ്പർ പറന്നു വന്ന് വീഴുകയാണ് അവന്റെ ഫ്രണ്ടിൽ. നോക്കുമ്പോൾ അത് നമ്മളെ ഹയോട്ടോയാണ് അവൻ അടിച്ചിട്ട് തെറിപ്പിച്ചത്. അവിടെ 6 ഒറ്റ കണ്ണ എന്ന് പറയുമ്പോൾ തന്നെ ഹയോട്ടോ അവനെ മുഖത്ത് കിരിക്കി കൊടുക്കണം. അപ്പൊ തന്നെ അവൻ നോക്കൗട്ട് ആവുകയാണ്. വീണ്ടും അവനെ വിടുന്നില്ല ഹയോട്ടോ. വീണ്ടും അവനെ ഡ്രസ്സിൽ പിടിച്ച് പൊക്കിയതിനു ശേഷം പഞ്ചായം പോകുമ്പോൾ സാക്കുറ അവന്റെ കൈ പിടിച്ച് നിർത്തുകയാണ്. അപ്പോഴാണെങ്കിൽ സാക്കുറിന്റെ അടുത്ത് അവൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അപ്പോഴെങ്കിൽ സാക്കുറ പറയുന്നുണ്ട്, ഇല്ല എനിക്ക് എന്നോടാണ് ദേഷ്യമുള്ളത്. സിമ്പിളായിട്ട് ഡീൽ ചെയ്യേണ്ട കാര്യം ഞാൻ എല്ലാവരും വിളിച്ചു വരുത്തി വലിയ പ്രശ്നമാക്കി, പിന്നെ നിങ്ങൾക്കൊക്കെ തലവേദനയാക്കി, ഇതെല്ലാം എന്റെ കുഴപ്പമാണ് എന്ന് സാക്കുറ അവൻ്റെ അടുത്ത് പറയാണ്. ഓക്കെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ നീ നല്ല മെച്ചുവറായി കേട്ടോ എന്ന് സാക്കുറിന്റെ അടുത്ത് അവൻ പറയാണ്. അവിടുന്ന് കേട്ടത് നട്ടോറിയുമായിട്ട് ക്യാൻജി ഫൈറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ ക്യാൻജി ആണെങ്കിൽ ആ ലീഡറിന്റെ ഫേസിലൊക്കെ കിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ കിക്ക് കൊടുക്കുമ്പോൾ തന്നെ അവനാണെങ്കിൽ ക്യാൻജി പിടിച്ച് താഴെ അടിക്കുകയാണ്. വീണ ക്യാൻജിനെ ആ ലീഡർ അറ്റാച്ച് പോകുമ്പോൾ തന്നെ ക്യാൻജി അത്
മിസ് ചെയ്ത് മാറുകയാണ്. അപ്പോൾ മിസ് ചെയ്ത് മാറിയ ക്യാൻജിൻ്റെ അടുത്ത് ആ ലീഡർ പറയാണ്, എടാ നിന്നെ പോലത്തെ ഒന്നും അവിടെ നിൽക്കേണ്ടതല്ല, നമ്മുടെ ടീം വരേണ്ടവരാണ്, നീ ഒന്ന് നായകനല്ല വില്ലനായിട്ട് നിൽക്കേണ്ടവരാണ് എന്ന് ലീഡർ അവൻ്റെ അടുത്ത് പറയണം. അപ്പോഴാണെങ്കിൽ ക്യാൻജി പറയുന്നുണ്ട്, അതെ ഞാൻ നായകനല്ല, ഞാൻ വില്ലൻ തന്നെയാണ് എന്ന് പറഞ്ഞൊരു ഫ്ലാഷ് ബാക്ക് അവൻ ആലോചിക്കുകയാണ്. ഇപ്പോൾ ചെറുപ്പത്തിൽ ക്യാൻജിയുടെ അടുത്ത് ആരെങ്കിലും അടികൂടാൻ വരുന്നെങ്കിൽ ഒരു ഗ്യാങ് ആണെങ്കിൽ പോലും ക്യാൻജി ഭയങ്കര അഗ്രസീവായിട്ട് എല്ലാവരും അടിച്ചിടും. അത് ക്യാൻജി അറിനോട് ചെയ്യുന്നതല്ല, എല്ലാം അവൻ സബ് കോൺഷ്യസ്ലി ചെയ്യുന്നതാണ്. പക്ഷെ ക്യാൻജി അറിനോട് ദേഷ്യപ്പെടാതിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കാറുണ്ട്. എന്താണ് നീ പെട്ടെന്ന് സ്വഭാവം മാറ്റിയത്? ഞാൻ സ്വഭാവം ഒന്നും മാറ്റാൻ പാടില്ല, കാര്യം നീ ഒരു കാട്ടുപൂജ പോലത്തെ ഒരു ചെറുക്കനാണ്, അല്ല നീയാണോ ഈ കീഴിൽ പറഞ്ഞ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത്? അപ്പോഴാണെങ്കിൽ അവൻ പറയുന്നുണ്ട്, അതെ ഞാൻ തന്നെയാണ്. അപ്പോഴാണെങ്കിൽ ക്യാൻജി പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് നീയല്ല ക്രിയേറ്റ് ചെയ്തത്, കാര്യം ഈ ഒരു ടീം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നിനക്ക് അത്ര യോഗ്യത ഒട്ടുമില്ല. എന്താടാ പെട്ടെന്ന് യോഗ്യതനൊക്കെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയല്ലോ, നീ കുറച്ചു നേരത്തെ കാട്ടുപൂച്ചയെ പോലെയായിരുന്നു, ഇപ്പൊ നീ വെറും തെരുവ് പൂച്ചനെ പോലെയാണ്, നിന്നെ പഴയ കാട്ടുപൂച്ചനെ പോലെ ആക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ ക്യാൻജിനെ അവൻ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് ലീഡർ. എന്നും പറഞ്ഞ ക്യാൻജിനെ അവൻ അറ്റാച്ച് ചെയ്യുമ്പോൾ ക്യാൻജി അവിടെ നിന്ന് എടുത്ത് ചാടുകയാണ്. അവിടെ തൊട്ടടുത്ത് ഒരു ചങ്ങലുണ്ടായിരുന്നു, ആ ചങ്ങൽ സ്വിങ് ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം അവൻ്റെ ദേഹത്ത് ഒരു കിക്ക് കൊടുക്കുകയാണ് ലീഡർക്ക്. പക്ഷെ അതിലൊന്നും ആ ലീഡർ തളർന്നു പോകുന്നില്ല, അവൻ എണീറ്റതിന് ശേഷം ക്യാൻജിക്ക് നേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ താഴെ ക്യാൻജിക്ക് നേരെ അവനേക്കുന്ന ബാറ്റ് വെച്ച് അവന്റെ തലയിൽ നിർത്തത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാൻജിന്റെ തലയിൽ. അപ്പൊ ക്യാൻജി ആ ലീഡറെ അടിച്ച് തെറിപ്പിച്ചതിന് ശേഷം അവിടെ എണീറ്റ് നിൽക്കുകയാണ്. അപ്പോഴെങ്കിൽ ക്യാൻജിന്റെ ഫുൾ കൺട്രോളും പോയിരിക്കുകയാണ്. അപ്പോഴെങ്കിൽ ലീഡർ പറയണം, അതെ എനിക്കിതാണ് വേണ്ടത് എന്നും പറഞ്ഞ ക്യാൻജിക്ക് നേരെ അവന് വെറും കൈ കൊണ്ട് തന്നെ അറ്റാക്ക് ചെയ്യാൻ പോകണം. പക്ഷെ ക്യാൻജി ഒറ്റ പഞ്ചിൽ തന്നെ അവൻ തീർച്ചു പോവുകയാണ്, അവന്റെ പല്ല കിളവി പോവുകയാണ് ലീഡറിന്റെ. പക്ഷെ ആ ലീഡർ ആണെങ്കിൽ ക്യാൻജിനെ ഒരു പഞ്ച് ഫീൽ ചെയ്തിട്ട് പറയണം, അതെ കമോൺ, ഇതാണ് എനിക്ക് വേണ്ടത്, ഈ പഞ്ചിന്റെ പവർ ഇതാണ് എനിക്ക് വേണ്ടത്, ഈ ഒരു കാട്ടുപൂച്ച എനിക്ക് വേണ്ടത് പറയുകയാണ് അവന്റെ അടുത്ത്. എന്നും പറഞ്ഞ് ആ വേണ്ടിട്ട് വന്നതിന് ശേഷം ക്യാൻജിക്ക് നേരെ അവ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു അറ്റാക്ക് ക്യാൻജി കൊള്ളുകയാണ്. ക്യാൻജി ഒന്നുകൂടെ ഒരു അറ്റാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ അറ്റാക്ക് അവനും കൊള്ളുകയാണ്. എന്ന് പറഞ്ഞ് ക്യാൻജി ഒരു അറ്റാക്ക് കൂടെ കൊടുക്കുമ്പോൾ അപ്പം തന്നെ തെറിച്ച് പോയി വീണ് കിടക്കുകയാണ്. ഒരു പഞ്ച് കൂടെ അവൻ ഫേസിൽ കൊടുക്കാം എന്നും പറഞ്ഞ് അവനെ ഡ്രസ്സിൽ പിടിച്ച് പൊക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്ന, അവൻ ആ കൊടുത്ത പഞ്ച് തന്നെ അവൻ ബോധം കെട്ട് ഉറങ്ങിയിരിക്കുകയാണ് ആ ലീഡർ. എന്താടാ കഴിഞ്ഞോ എന്നും പറഞ്ഞ് മോട്ടയും കാസിമിയും അവിടെ വരികയാണ്. നമ്മളെ പയ്യന്മാർ പറഞ്ഞ ജോലി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടാ എന്നും പറഞ്ഞ് ക്യാൻജി അവിടെ നോക്കുമ്പോൾ ഫ്യൂനലത്തെ പയ്യന്മാർ മൊത്തം ആ ഒരു കീലത്തെ എല്ലാத்தைയും അടിച്ച് തളർത്തിയിട്ടിരിക്കുകയാണ് അവിടെ. ഇപ്പൊ പതിയെ മോട്ടയും കാസിമിയും ചേർന്നതിന് ശേഷം ക്യാൻജിന്റെ രണ്ട് കൈയും പൊക്കെയാണ്. ഇത് കാണുമ്പോൾ ഫ്യൂനലത്തെ പയ്യന്മാരൊക്കെ അടിച്ചു പൊളിക്കാൻ തുടങ്ങിയാണ്. കഴിഞ്ഞെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് താക്കാവോ എന്ന് ക്യാൻജി അവരോട് പറയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പൊ മാൻസൈനെ കാണിക്കുകയാണ്. ബോധം കെട്ട് ഉറങ്ങിയപ്പോൾ ആൻസൈ ഇപ്പൊ കണ്ണുറക്കുമ്പോൾ അവന്റെ ഫ്രണ്ടിലെ ഫ്യൂനലത്തെ മൊത്തം പയ്യന്മാർ നിൽക്കുകയാണ്. പെട്ടെന്ന് ആൻസൈ സീനിയേഴ്സിനോട് പറയുന്നത്, സീനിയേഴ്സ് നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പൊ സീനിയേഴ്സ് പറയാണ്, നാഗാറ്റോ ഫ്രണ്ടിലോട്ട് വാടാ. അപ്പൊ നാഗാറ്റോ ഫ്രണ്ട് വന്നതിന് ശേഷം ആൻസൈനെ കാലിൽ കിടന്ന് കരയാണ്. എന്നിട്ട് നാഗാറ്റോ അവരുടെ അടുത്തും പറയണം, നിങ്ങൾ എന്തിനാണ് വന്നത്, നിങ്ങൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്തത്? അപ്പോഴാണെങ്കിൽ സാക്കുറ പറയാണ്, നിന്റെ ഒരു പെൺകുട്ടി ഫ്രണ്ട് ഉണ്ടല്ലോ, അവൾ എന്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞു നിന്നെ രക്ഷിക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ മറ്റേ നിങ്ങളെ ലീഡർ നെട്ടോരി, അവനും കുറച്ച് ഡയലോഗ് കൂടുതലായിരുന്നു, അവന്റെ ഒരു വേഗം തീർത്തെടുക്കാണ്ട് ഇവിടെ വന്നത് എന്ന് പറയാണ് സാക്കുറ അവനോട്. പിന്നെ ആൻസൈ ആണെങ്കിൽ നിന്നെ രക്ഷിക്കാൻ വേണ്ടി കുറെ പോരാടി, അതുകൊണ്ടാണ് നിന്നെ രക്ഷിച്ചത് എന്ന് സാക്കുറ അവൻ്റെ അടുത്ത് പറയണം. അപ്പോഴാണെങ്കിൽ നാഗാറ്റോ അവരോട് പറയാണ്, കരനോട് പറയാണ്, സോറി ആൻസൈ, ഞാൻ നിന്നെ അവരോട് കഷ്ടപ്പെടുത്തി എന്നും പറഞ്ഞവൻ കരയാണ്. എന്നിട്ട് ആൻസൈൻ്റെ അടുത്ത് നാഗാറ്റോ പറയാണ്, നീ എന്നെ രക്ഷിക്കാൻ നോക്കി, അത്രയ്ക്ക് വേർത്താണോ ഞാൻ എന്ന് പറയുമ്പോൾ തന്നെ ക്യാൻജി അവനോട് പറയാണ്, നീ എത്ര വേർത്താണോ വേർത്തല്ലേ ഒന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല, പക്ഷേ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ആൻസൈ ഒരുപാട് പാടുപെട്ടു, അതുകൊണ്ട് ഫ്യൂനലത്തെ പയ്യന്മാരെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി കുറെ നോക്കി, ചുരുക്കി പറഞ്ഞാൽ നിന്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ല നമ്മളെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ക്യാൻജി അവനോട് പറയാൻ നാഗാറ്റോനോട് പറയാണ്. നീ എന്താണ് നന്നായിട്ട് കാണുന്നുണ്ടോ അത് നമുക്ക് നന്നായിട്ട് കാണണമെന്നില്ല എന്ന് വെച്ചാൽ നാഗാറ്റോ അവനെ പറ്റി അത്രയ്ക്ക് വേർത്തില്ലെന്ന് വിചാരിക്കുമ്പോൾ ഫ്യൂനലത്തെ പയ്യന്മാര് അവന് വേർത്താണ് ആലോചിക്കുന്നത്. അല്ല നിങ്ങൾ എന്തിനാണ് രക്ഷിച്ചത്, നിങ്ങൾക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ചെയ്യാനുണ്ടോ, അല്ല നിങ്ങൾ ആരാ, നിങ്ങൾ എന്താ ഇത്ര സ്ട്രോങ്സ് എന്ന് നാഗാറ്റോ അവരുടെ ചോക്കുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് 2 അവിടെ എൻഡ് ആവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ വേണ്ടി ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയിപ്പോയി, അത് വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് ഡെയിലി ലൈഫ് മോൾക്ക് ഇങ്ങനെ അടുത്ത എപ്പിസോഡ് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇതിനെ കുറെ എഡിറ്റ് മിസ്സായി പോയി. ഇനി എന്തായാലും അത്ര വലിയ ലേറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള വിൻ ബ്രേക്കറിന്റെ മലയാളം എക്സ്പ്ലനേഷൻ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നാളെ ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡിന്റെ എപ്പിസോഡ് 2 കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് അലൻ എക്സ്പ്ലെയിനർ സൈനിങ് ഔട്ട്.